ബാച്ചിനും ബാച്ച് ഫയലിനുണ്ടാവും. അതായത് ഈ 10 പിള്ളേരുടെ 4 ദിവസത്തിൽ ചെയ്ത ആക്ടിവിറ്റീസിന്റെ എല്ലാം മൈന്യൂട്ടായിട്ട് ഒരു സംസാരിക്കുമ്പോൾ ഇങ്ങനെ അവിടെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലും ഞാൻ നോട്ട് ചെയ്ത് എഴുതണം ആസ് എ ട്രെയിനിങ്. അപ്പോൾ അത്രയും ഒരു ഇത്ര കട്ടിയിലുണ്ടായിരുന്ന ഒരു ബാച്ച് ഫയൽ, ആ ബാച്ച് ഫയൽ 3-ാം ദിവസം കാലത്ത് ഞാൻ എൻ്റെ ഇൻസ്ട്രക്ടറിന്റെ കയ്യിൽ കൊടുത്തോളണം. കാരണം അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഫറൻസിൽ. ആ സമയത്ത് എത്തിയില്ലെങ്കിൽ അപ്പോഴും ഞാൻ ഫെയിൽ. സോ ഇറ്റ് വാസ് റിയലി എ ഗ്രേറ്റ് ചലഞ്ച്. എന്തോ ഗോഡ്സ് വിൽ ഞാനത് ക്ലിയർ ചെയ്ത് വന്നു. എന്നെ അവർ പിറ്റേ ദിവസം തന്നെ അവിടെ SSBയിൽ അപ്പോയിന്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ആ ട്രെയിനിങ് ഞാൻ ചെയ്ത് ഭോപ്പാലിലാണ്, ഭോപ്പാൽ SSBയിലാണ്. പക്ഷേ നേവി ഹാഡ് അതർ പ്ലാൻസ് ഫോർ മീ, സോ ദേ കോൾ മീ ബാക്ക്. അപ്പോൾ SSBയുടെ ഇതിൽ ദോ ഐ എം എ ക്വാളിഫൈഡ് GTO, ഐ എം നോട്ട് എൻ ഇഫക്റ്റീവ് GTO, കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ബട്ട് ഐ നോ ഓൾ ദ തിരിച്ച് ഷിപ്പിൽ പോസ്റ്റ് ചെയ്തു തന്നെ. ഷിപ്പിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ്, നേവിയിലൊക്കെ എക്സോ എന്നാണ് പറയാം, സെക്കൻഡ് ഇൻ കമാൻഡായിട്ട് പോയത്. ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ ലാൻഡിംഗ് ഷിപ്പ് ടാങ്ക് എന്ന് പറയും. അതായത് ആംഫിബിയസ് വാർഫെയർ, കടലും ലാൻഡും ഉള്ള ഒരു വാർഫെയറിൽ ആർമിയുടെ ടാങ്ക്സ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഷിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഷിപ്സിൻ്റെ മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ബീച്ചിലേക്ക്, ഈ ഷിപ്പിന് ബീച്ച് വരെ പോവാം. ബീച്ചിൽ കൊണ്ട് നിർത്തിയിട്ട് അതിന്റെ ഡോർ തുറന്ന് മുൻഭാഗത്ത് കൂടെ ആർമിയുടെ ടാങ്ക് എല്ലാം. ഇറ്റ്സ് എൻ ആംഫിബിയസ് ബേസ്. അതിലായിരുന്നു എക്സ്പോ ആയിട്ട് വരുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എല്ലാ ഡിഫൻസ് ഓഫീസേഴ്സിനും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാഫ് കോളേജ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാഫ് കോളേജിന് എൻ്റെ പേരുണ്ടായിരുന്നു. സ്റ്റാഫ് കോളേജിൽ അവൈറ്റിംഗ് സ്റ്റാഫ് കോളേജ് എന്നെ അവർ ഒരു പോർട്ട് ബ്ലെയറിലായിരുന്നു എൻ്റെ ആ ഷിപ്പ് ബേസ്ഡ്. അപ്പോൾ പോർട്ട് ബ്ലെയറിൽ തന്നെ ഉള്ള ഒരു ഷോർ യൂണിറ്റിൽ എന്നെ പോസ്റ്റ് ചെയ്തു താൽക്കാലികമായിട്ട്. ഇതിൻ്റെ കോള് വരുമ്പോഴേക്കും അഗെയിൻ ഫേറ്റ്. അക്കൊല്ലം ആണ് വാജ്പേയി ജി പോഖ്റാനിൽ ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗ്ലോബൽ ഇഫക്റ്റ് ഉണ്ടായി. ആസ് എ റിസൾട്ട് ഓഫ് എ ഗ്ലോബൽ ഇഫക്റ്റ് സ്റ്റാഫ് കോളേജ്, ഫോറിനിൽ പോകുന്ന സ്റ്റാഫ് കോളേജസിൻ്റെ അവന്യൂസ് എല്ലാം അവർ ക്ലോസ് ചെയ്തു, ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. അപ്പോൾ ലിസ്റ്റിൽ നിന്ന് സാധാരണ ആൾക്കാർ വെളിയിൽ പോയി പഠിക്കാൻ പോകേണ്ട വേക്കൻസീസ് എല്ലാം കുറഞ്ഞു. അപ്പോൾ അത് കാരണം പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ചാൻസ് കിട്ടിയില്ല. അങ്ങനെ എൻ്റെ ആ ചാൻസ് പോയി. ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്, നത്തിങ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവിടുത്തെ പോർട്ട് ബ്ലെയറിൽ ഉണ്ടായിരുന്ന ഒരു അഡ്മിറൽ എൻ്റെ യൂണിറ്റിൻ്റെ കമാൻഡിങ് ഓഫീസറിന് ഒരു മെസ്സേജ് അയച്ചു, അർജൻറ്റ് മെസ്സേജ്, ഒരു ടെലിഗ്രാം. നേവിയിലൊക്കെ സിഗ്നൽ നമ്പർ, ട്രാൻസ്ഫർ ഓഫീസർ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ എൻ്റെ CO എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി, താൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല സാർ, ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നിട്ട് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഐ ഡോണ്ട് നോ ദെൻ വൈ ഐ സി മെയ്ഡ് ദി സിഗ്നൽ. ചെല്ലു, ഗോ എനിവേ, യു ഗോ ആൻഡ് മീറ്റ് ഹിം, സിൻസ് ഹീസ് കോൾഡ് യു, ഗോ ആൻഡ് മീറ്റ് ഹിം ആൻഡ് കം ബാക്ക്. അവിടെ ചെന്നപ്പോൾ ഈ വൈസ് അഡ്മിറലിൻ്റെ അടുത്ത് ചെന്നു. ഓക്കെ രാധാകൃഷ്ണൻ, യു ഹാവ് കം ഹിയർ, ഓക്കെ കം വിത്ത് മീ. പുള്ളി എന്നെ വിളിച്ചിട്ട് ഒരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു ചെയർ കാണിച്ചിട്ട്, ദിസ് ഇസ് യുവർ ഓഫീസ് ആൻഡ് ടുഡേ ഓൺവേർഡ്സ് യു ആർ ഗോയിങ് ടു ടേക്ക് ഓവർ ദിസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അന്തം വിട്ടു. എനിക്ക് അറിയില്ല എന്താ ഇത്. ഞാൻ CO വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എങ്ങനെയാണ് ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നേവിയിൽ സിവിൽ വർക്ക്സ് നോക്കുക എന്നുള്ളതാണ്. ഞാൻ എഞ്ചിനീയർ അല്ല, ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റ്. സിവിൽ വർക്ക്സ്, അതായത് നേവിയുടെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ പ്ലാനിങ് അത് നോക്കുക. MES ആയിട്ട് ഡയറക്ട്ലി അതാണ് ജോബ്. ഇപ്പോൾ നേവിയിൽ അതിന് കമാൻഡ് വർക്ക്സ് ഓഫീസർ എന്നാണ് പറയുന്നത്, നോക്കുന്ന ആള്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അവിടെ അന്ന് പോർട്ട് ബ്ലെയറിൽ സ്റ്റാഫ് ഓഫീസർ വർക്ക്സ് ആയിരുന്നു. അപ്പോൾ അത് കമാൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. യു ആർ ദ സ്റ്റാഫ് ഓഫീസർ വർക്ക് ഫ്രം ടുമോറോ ഉണ്ട്. അപ്പോൾ ഞാൻ അഡ്മിറലിനോട് പറഞ്ഞു, സാർ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ ജീവിച്ച ആളാണ്, എനിക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പറ്റി യാതൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് തന്നെ അറിയില്ല. പുള്ളി പറഞ്ഞു, ഐ ഡോണ്ട് നോ, ഐ ഹാവ് ബീൻ ടോൾഡ് യു ആർ ബെസ്റ്റ് സൂട്ടഡ് ഫോർ ദിസ്, സോ യു പ്ലീസ് സ്റ്റാർട്ട് ഓഫ് നൗ. അങ്ങനെ അതിലേക്കും എൻ്റെ കാലുകുത്തി സിവിൽ വർക്ക്സിൽ കയറി. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, എന്തായാലും സർവൈവ് ചെയ്യണമല്ലോ, യു കാൺട്ട് ഡു എ ബാഡ് ജോബ്. ഞാൻ CO വിളിച്ച് പറഞ്ഞു, ഇതാണ് സംഭവം എന്ന്. പുള്ളി പറഞ്ഞു, ഓക്കെ സി ഹൗ ഇറ്റ് ഈസ്, ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തന്നെ തിരിച്ച് വിളിക്കാൻ തോന്നും. അപ്പോൾ അവിടെ ഒരു ആർമി ഓഫീസർ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ തന്നെ കാല് പിടിച്ചിട്ടുണ്ട്, സാർ നിങ്ങളാണ് എൻ്റെ ഗുരു, ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു, വട്ട് എവർ യു സേ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. ബട്ട് ഇഫ് യു ടെൽ മീ ടുഡേ ഇസ് മൺഡേ, ഐ വിൽ ആസ്ക് യു വൈ ഇസ് ഇൻ മൺഡേ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഐ വോണ്ട് ടു ഗോ അഗേൻസ്റ്റ് യു, ബിക്കോസ് ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്, ദെൻ ഓൺലി ഐ ക്യാൻ സ്റ്റഡി ദ സബ്ജക്ട്. അങ്ങനെ ചോദിച്ച് I learned about civil engineering within the defense forces. It is different from formal the civil engineering. That is why it is called as defense works. അപ്പോൾ അതിനുള്ള പുസ്തകമാണ് ഡിഫൻസ് വർക്ക്സ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്.
അതിൽ എഴുതിയിട്ടുണ്ട് വാട്ട് ക്യാൻ ബി ഡൺ, വാട്ട് കനോട്ട് ബി ഡൺ, വൈ ഷുഡ് ബി ഡൺ, വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ഡൂയിങ് ഓൾ ദിസ്. അതുപോലെ തന്നെ അതിൻ്റെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സും എന്തൊക്കെ ചെയ്യാന്നുള്ളത് ഐ സ്റ്റഡി ഗോട്ട് ടു നോ ദ ഹോൾ തിങ് ഗ്രാസ് റൂട്ട് ലെവലിൽ മുതൽ. ആശാരി വന്നിട്ട് ഉള്ളി വെച്ച് അടിക്കുകയാണെങ്കിൽ ഞാൻ പോയി ചോദിക്കും വൈ, എന്തിനാ ഇതുകൊണ്ട് അടിക്കുന്നത്, കല്ലെടുത്ത് അടിക്കാത്തത് എന്തുകൊണ്ടാണ്. അപ്പോൾ then I understood why is it called as an uli, what is the nature of the job, why it has to be used in a particular time. ഈ സിവിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന കുറേ ജാർഗൺസ് ഒക്കെ ഞാനും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് എ ക്യാപ്സ്യൂൾ ഫോർ ദിസ് അറ്റ് INS ഹംല ആൻഡ് അവിടെ പഠിച്ചു. അത് പഠിച്ച് വിത്ത് ദിസ് എഫേർട്സ് ഐ ബിക്കേം എ മാസ്റ്റർ, ലിറ്ററലി ഐ ബിക്കേം എ മാസ്റ്റർ ഓഫ് ദാറ്റ്. കാരണം ഇറ്റ് ഈസ് എ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ടാണ്, വേറെ അതൊന്നുമല്ല. ബട്ട് ദെൻ ഐ മാസ്റ്റർഡ് ഇറ്റ് ആൻഡ് ഇൻ 2010 I was given a Vishisht Seva medal for my achievements in civil works. I think I am the first person in the Navy to get a Vishisht Seva medal for civil works. It was given to me by Another Chief of Naval Staff Admiral Nirmal Verma. അതും കഴിഞ്ഞു. പിന്നെ I may be the only officer in the Indian Navy who has worked as command works officer for 20 years. Continuous and in all the 4 commands. അതായത് I started off with Andaman, പിന്നെ I came down to Cochin, 6 കൊല്ലം ഇവിടെ കമാൻഡ് വർക്ക്സ് ഓഫീസർ ആയിരുന്നു. പിന്നെ I went to വിശാഖപട്ടണം, അവിടെയും 6 കൊല്ലം കമാൻഡ് വർക്ക്സ് ഓഫീസർ ആയിരുന്നു. പിന്നെ I went to ബോംബെ, മകള് ബോംബെയിൽ പഠിക്കായിരുന്നു വന്ന ആർക്കിടെക്ചർ. സോ I went to ബോംബെ, അവിടെയും 6 കൊല്ലം സീനിയർ സ്റ്റാഫ് ഓഫീസർ വർക്ക്സ് ആയിരുന്നു. എൻ്റെ റാങ്ക് ഓഫ് ക്യാപ്റ്റൻ. അവിടെ CWS കമണൂർ. എന്നിട്ട് അവിടുന്ന് 18 അവിടുന്ന് റിട്ടയർ ചെയ്ത് വന്നത്. സോ ദിസ് ഹസ് ബീൻ ജനറലി മൈ ലൈഫ് ആൻഡ് ജേർണി. 2018 റിട്ടയർ ചെയ്തു. ആൻഡ് സാധാരണ നമ്മളൊക്കെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ വെദർ ഇറ്റ് ഇസ് നോൺ ഓഫീസേഴ്സ് ജവാൻസ് ഓർ വെദർ ഇറ്റ് ഇസ് ഓഫീസേഴ്സ്, ദർ ഇസ് സംതിങ് കോൾഡ് എസ് PRC, പ്രീ റിലീസ് കോഴ്സ് എല്ലാവരും ചെയ്യുന്നത്. അത് എൻ്റെ ഇഫ് ഐ മേ കോൾ ഇറ്റ് മണ്ടത്തരം, എൻ്റെ മണ്ടത്തരം കാരണം ഐ മേ ബി വൺ ഓഫ് ദ വെരി ഫ്യൂ പീപ്പിൾ ഹു ഡിഡ് നോട്ട് ഈവൻ അപ്ലൈ ഓർ ഡു എനി PRC. കാരണം ഞാൻ ബോംബെയിലെ സീനിയർ സ്റ്റാഫ് ഓഫീസർ വർക്ക്സ് ആയിട്ട് ഇരിക്കുമ്പോൾ ദ ലാസ്റ്റ് ഫയൽ അപ്രൂവൽ ഐ ഗേവ് വാസ് അറ്റ് 4:45 in the evening on 13th of October 2018. എൻ്റെ പിറന്നാൾ 14th of October 2018 ആണ്. ആൻഡ് ഐ വാസ് ടു റിട്ടയർ ഓൺ 13th of October 2018 at 5 o'clock. 4:45, 4:50 ആയപ്പോൾ ലാസ്റ്റ് ഫയൽ ഐ സൈൻഡ് ആൻഡ് ഐ വാക്ക്ഡ് ഓഫ്. അതുവരെയ്ക്കും എൻ്റെ തല്ല് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ മണ്ടത്തരം എന്തെങ്കിലും ചെയ്യാം. സോ ഐ ഡിഡ് നോട്ട് ഡു എനി PRC. പുറമേ ഒരു ജോബ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് വെരി ഈസി. ഞാനിവിടെ ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ഷൻ ഫേമിൽ അവരുടെ ഡയറക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഐ അറ്റൻഡഡ് എൻ ഇൻ്റർവ്യൂ. ഒരു half an hour, 45 minutes we had an interview. At the end of it he told me, I am amazed that you have got so much of knowledge on civil engineering, being a chemistry graduate, and your caliber is that of handling projects which are nothing less than 500 to 800 crores. But unfortunately you don't have a civil engineering degree, so I can't do it. However, we'll see if some good project come, we will consider your case എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതായിരുന്നു, പുറമേയിൽ എനിക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നേവിയിലിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കുറേ കാലം ഉണ്ടായി. അപ്പോൾ അച്ഛൻ ECHS എന്ന് പറഞ്ഞൊരു സംഭവത്തിലും മെമ്പർഷിപ്പ് എടുത്തു. ECHS എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. ഈ ESI, CGHS എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്, ഞങ്ങൾക്ക് സർവീസുകാർക്കുള്ളതാണ്. അപ്പോൾ ഞാൻ യൂണിഫോമിലുള്ള കാരണം അച്ഛനെ ഞാൻ കൊണ്ടുപോകുമ്പോൾ നാച്ചുറലി എനിക്ക് കുറച്ച് പ്രയോറിറ്റി അവിടെ കയറി ചെല്ലാൻ ആക്സസ് അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ വിശാഖപട്ടണത്ത് കണ്ടത് നമ്മുടെ വെറ്ററൻസൊക്കെ അവർക്ക് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് ഒരു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പാവങ്ങൾ കാലത്ത് 7 മണിക്ക് വന്നിട്ട് ഈ ECHS മെഡിക്കലിൽ ചെയ്യാനായിട്ട് ഒരു മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചാണ്, ഞാൻ എപ്പോഴെങ്കിലും ഈ ECHS ചേരുകയാണെങ്കിൽ ഐ വിൽ നോട്ട് അലൗ ദിസ് ടു ഹാപ്പൻ. കാരണം നമ്മളെ നോക്കി നമ്മളെ വളർത്തി നമുക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരെ നമ്മളിങ്ങനെ ഇരുത്താൻ പാടില്ല. ഇറ്റ് ഹേർട്ട് മീ വെരി ബാഡ്ലി. പക്ഷേ ഞാനത് അന്ന് ആരോടും പറഞ്ഞൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ആ ഒരു തോട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് 2018 കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ ECHS വേക്കൻസി ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. സോ ഐ ജസ്റ്റ് കോൾഡ് അപ്പ് വെണ്ടർത്തിയുടെ CEO. ഹി ഹാപ്പൻ ടു ബി എ ഫ്രണ്ട് ഓഫ് മൈൻ. ഐ കോൾഡ് ഹിം അപ്പ് ആൻഡ് ആസ്ക്ഡ് ഹിം ഈസ് ദേർ എനി സ്കോപ്പ്. അത് ചോദിച്ചോടെ പുള്ളി പറഞ്ഞു നീ വേഗം വാന്ന് പറഞ്ഞു. സോ ഐ വാസ് ഗിവൺ 3 days ടു കം ഹിയർ ആൻഡ് ജോയിൻ ആസ് ECHS. അന്ന് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് അഗെയിൻ എ വോളണ്ടറി തിങ് വിച്ച് ഐ ഹവ് ഡൺ. അപ്പോൾ ഇന്ന് ഞാൻ വാട്ട് എവർ ഐ എം ഡൂയിങ് ഇൻ ECHS എവറിത്തിങ് ഇസ് വോളണ്ടറി. ആരും എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുമല്ല, വേറൊരാൾ അങ്ങനെ ചെയ്യണം എന്ന് എവിടെയും എഴുതി വെച്ചിട്ടുമില്ല.
whatever good or bad I am doing here is all my own doing, and nobody is to blame for that. I don't want credit for whatever I am doing, but nobody is to blame that I am, had to do this. കാരണം അങ്ങനെ എഴുതി വെച്ച് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നതാണ് ഞാൻ ചെയ്യുന്നത് വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട് വിച്ച് ഐ ഹാഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ അന്ന് അപ്പോൾ എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കൊച്ചി പോളിക്ലിനിക് വാസ് അഡ്ജഡ്ജ് ആസ് ദ ബെസ്റ്റ് പോളിക്ലിനിക് ഇൻ 2016-17 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് എ ചാലഞ്ചിങ് തിങ് ദെൻ ടു ഹാൻഡിൽ സച്ച് എ തിങ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇതാവുന്ന മാതിരി അവിടെ ചെയ്തപ്പോൾ എൻ്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കോൺസെപ്റ്റ് ഓഫ് ബെസ്റ്റ് പോളിക്ലിനിക് ഈസ് നോട്ട് ഹാവിങ് എ ബോർഡ്. ഞാൻ പറഞ്ഞു നേവൽ ബേസിൻ്റെ ഈ ട്രാവൻകൂർ ഗേറ്റിൻ്റെ അവിടെ ആൾക്കാർ നിന്നിട്ട് അതിലെ ഒരാൾ പാസ് ചെയ്തിട്ട് വെറുതെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിങ്ങനെ കാഷ്വലായിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ECHS മെമ്പർഷിപ്പ് എടുക്കാനായിട്ടാണ് നോക്കുന്നത്, ഏത് പോളിക്ലിനിക്കിൻ്റെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് എ സെക്കൻഡ് തോട്ട് ഇഫ് ദാറ്റ് പേഴ്സൺ സേസ് ജസ്റ്റ് ടേക്ക് മെമ്പർഷിപ്പ് ഓഫ് ECHS പോളിക്ലിനിക് കൊച്ചിൻ, അത് പറയുകയാണെങ്കിൽ then I consider that this is the best polyclinic. And with great sense of satisfaction, I can say that from the feedbacks that I've got, I have achieved that. So great sense of satisfaction. ഇന്ന് എൻ്റെ ഞാൻ ഈ ECHS പോളിക്ലിനിക് റൺ ചെയ്യുമ്പോൾ എൻ്റെ ഒരേ ഒരു എയിം ECHS പോളിക്ലിനിക്കിൽ മരുന്നിനായാലും ഡോക്ടറെ കാണാനായാലും ഒരു റെഫറൽ പുറമെയുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫറൽ എടുക്കാനായാലും ആൾ വന്നു കഴിഞ്ഞാൽ ഹിസ് ടൈം ഈസ് മോർ important to me than my own time. I have ensured that he does not wait for more than necessary time. ആളില്ല, സീറ്റിൽ ആളില്ല, കെട്ടി നിൽക്കുക, ആൾ വരുമ്പോൾ ചായ കുടിച്ചോ, ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഇൻ മൈ പോളിക്ലിനിക്. ഇത് എവിടെയും എഴുതി വെച്ചിട്ടില്ല, ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് വാട്ട് ഐ ഫീൽ ദ വേ ഇറ്റ് ഇസ് ഡൺ. ബിക്കോസ് ഐ ഫീൽ ECHS എന്ന് പറഞ്ഞാൽ വി ആർ റണ്ണിങ് എ സർവീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ഇറ്റ് ഇസ്. ഐ എം റണ്ണിങ് എ സർവീസ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ഫാക്ടർ ഇൻ എ സർവീസ് ഇസ് ദ കസ്റ്റമർ. If the customer is not happy, there is no point in running a service. I had to prove, it was a challenge to me I took on myself, that I have to prove that in my polyclinic, customer satisfaction will be given maximum priority. That achieve cheyanayittu njan endu level il poyalum, it doesn't matter to me. Avada oru ego illa, from the what people say, self assessment alla panne, from those who have come to the polyclinic, avaru parnja kettana, it's a great sense of satisfaction. എത്രയോ 80 വയസ്സ് 90 വയസ്സായ ആൾക്കാർ വരുന്നുണ്ട്. Still you are with ECHS. അതാ ആ stint with my ECHS. അപ്പോൾ അങ്ങനെ അവർ വരുന്നുണ്ട്. They come, they tell you that നമ്മൾ ഇവിടെ വരുമ്പോൾ we feel that we are looked after. It gives us a great sense of satisfaction. It is very nice to see a person going back as a happy person when he comes here. ഇത് പറയുമ്പോഴാണ് I have to mention a very close friend of mine. His name is Lieutenant Commander Praveen Tulpule. He left the Navy as a Lieutenant Commander. Today, he is a magician clown. അയാൾക്കും ഇത് പറഞ്ഞ മാതിരി his passion was magic. അപ്പോൾ അയാൾ എങ്ങനെ വെച്ചാൽ he used to do, ഞങ്ങൾ വളരെ ക്ലോസാണ്, he used to do magic for നേവിയുടെ ഓരോ ഷോസിനും അത് ചെപ്പടി വിദ്യകളും അതൊക്കെ കാണിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തവണ അയാൾ ബോംബെയിലാണ് സെറ്റിൽഡ്. അപ്പോൾ ബോംബെയിൽ അയാളുടെ ഒരു ഫ്രണ്ട് അയാൾ വന്നിട്ട് പറഞ്ഞു, പ്രവീൺ ക്യാൻ യു കം, we have a place where we want you to conduct a show for a set of people. It was a hospital where there were children affected with cancer. അപ്പോൾ ഈ പ്രവീൺ തുൽപ്പുലയുടെ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അയാളുടെ തന്നെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. He says he went there and there was this one child who said that his biggest wish in life was to meet a clown. So he donned the dress of a clown and performed in front of that child. So the child was very happy. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴോ അങ്ങോട്ട് ആ ഹോസ്പിറ്റലിൽ ഇയാളെ വിളിച്ചു കൊണ്ടുപോയ ആ ഒരു ലേഡി, she called him up to say, Praveen, I called you up to tell about that child. അപ്പോൾ ഇയാൾ ചോദിച്ചു, is he fully cured, is he so happy? That is a sad part, he left us yesterday. അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. അന്ന് I haven't decided this is going to be my life. Today he has been chosen as citizen of the year, അങ്ങനെ എന്തോ ഒരു സംഭവം. So we have a lot of things in common like that, and we share these thoughts, a lot of things. So I have to mention him. Adana ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, please interview him also. So that has been my journey or second career into the ECHS. ECHS rules and regulations under, so I am permitted to be there only for 5 years.
My short stint of 5 years with ECHS will finish in March 2024. I'll have to hand over charge to somebody else, but I do not intend to stop there. I have already made plans to set up a help desk in my polyclinic. I will still be around doing what I like to do best, and that is to help others. It's a great that thing. has been my Sir, before we conclude, already your talk itself is a great inspiring for the youngsters as well, isn't it? But still, very personalized youngsters, those who want to join the defense forces. Sir, a few words, a few sentences of what will be. I'll put it across in very simple words. Going by how I joined the service, and if you want to join the service, of course, there is something called as OLQ. OLQ, at some other time, if somebody comes one-to-one, I can explain in greater detail what exactly OLQ is. But I'll just say that OLQ, it is non-trainable. Officer-like quality. Officer-like. That is specifically only for becoming an officer. If you are not aspiring to become an officer, then you can straight away join. Avenues. The OLQ, there are certain things which are non-trainable. Janmana outlook to life, experience, personal experience in life. There are trainable qualities. This is the focus. So if you want to join the defense services, first thing, you must join. There is no better place in this world than being an ex-serviceman or a serviceman. Whether it is as a Jawan or whether it's an officer, immaterial. Today, in this country of ours, great country of ours, the best place to be in is the defense services for the life that you get, not for anything else. For the man you will become in life, for the family life that you will have, for the good things you will see in life, for the better person that you will be in life, and for all the good that you can do to others in this life to help this great country of ours. Therefore, you must join the services. Whatever avenue, doesn't matter. That is the first thing. Join whatever you are told, do it because you want to do it for yourself. Do not do it to please others. Do not do it for anybody else. You do it because you want to do it for yourself. And I always say, I am a standing example of that. There have been so many failures, successes in my life. Nothing has affected me. I have continued on my journey to the best possible way that I can. For the simple reason, I am doing it because I want to do it for me. And that is what is called as self-esteem. Once you have joined, take everything in the right spirit as a learning experience. In the service, there is nothing called as a good post or a bad post or a good job or a bad job. It is how you handle it. You have to handle it because you are doing it for yourself. And when you do that, trust me, you will always be a winner. There will never be a loss. You will never be disappointed. I have never bothered about what we are talking as ACR. Confidential report, which is a very integral part of the thing. And maybe because it is like that, I have always got a very high ACR, irrespective of where I have reached. All my seniors, I have only served with good people. ACR I have full form? Annual confidential report. I have never served with a single bad person. In this 33 years of my service, I am yet to come across a person who is not good. I am yet to come across a person whom generally people say he is a mean guy. I am yet to come across. This is such a you have to live it. You have to live it to experience it. Etra paranjalum adinte sheriyayittulla oru essence kittilla. If you have to be a serviceman to understand what it is. And in this great country of ours, there is no better place. Etra janmangalum vannalim, I will come back to uniform. Okay, sir. Thanks a lot. Your talk was so inspiring, and I'm sure, I don't have words, my viewers will be very proud. The Jopas track will be very proud to present your interview, your talk to literally it is not an interview, I didn't have anything to ask. You are so clear, crisp, straight. Once again, thanks a lot. I don't have words to say that. Thank you so much. Thank you so much.
ജയ് ഹിന്ദ്.